2024 NEET examination question. Given below are two statements. One is labeled as assertion and the other as reason. Okay, assertion: the potential at any axial point at 2 meters distance from the center of the dipole moment vector P of magnitude 4 into 10 raised to minus 6 kilometer is plus or minus 9 into 10 raised to 3 volts. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ആണ് ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് കെ പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് പഠിക്കുന്നുണ്ട് അല്ലേ. കെയുടെ വാല്യൂ 1/4πε0. ഇവിടെ ഇത് ആക്സിയൽ പോയിന്റ് ആയതുകൊണ്ട് തീറ്റയുടെ വാല്യൂ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 180 വരും. ഈ കാണുന്ന ലൈൻ ഇതാണ് ആംഗിൾ തീറ്റ. ഇവിടെ പോയിന്റ് ഇവിടേക്ക് വരികയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ 0, ഈ പോയിന്റ് ഇവിടേക്കാണ് വരുന്നതെങ്കിൽ തീറ്റയുടെ വാല്യൂ 180. അപ്പോൾ കോസ് 0യോ കോസ് 180യോ കൊടുത്താൽ ആക്സിയൽ പോയിന്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കെ പി കോസ് 0 ആണെങ്കിൽ 1, കോസ് 180 ആണെങ്കിൽ -1. അപ്പോൾ ഇത് പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതാം കേട്ടോ, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെയുടെ വാല്യൂ 1/4πε0, 9 into 10 raised to 9. പിയുടെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നു 4 into 10 raised to -6 കിലോമീറ്റർ. 4 into 10 raised to -6 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ പ്ലസ് ഓർ മൈനസ് ആർ സ്ക്വയർ. ഡിസ്റ്റൻസ് 2 meters എന്ന് പറഞ്ഞിരിക്കുന്നു. സോ 2 into 2. ഈ ടേംസ് കട്ട് ചെയ്താൽ 2 ഉം 2 ഉം 4 ആയിട്ട് കട്ട് ചെയ്താൽ സിംപ്ലിഫൈ ചെയ്താൽ ഫൈനൽ ആൻസർ നമുക്ക് പൊട്ടൻഷ്യൽ അറ്റ് ആക്സിയൽ പോയിന്റ് എന്ന് പറയുന്നത് 9 into 10 raised to 9 ഉം 10 raised to -6 ഉം കൂടെ 10 raised to 3 പ്ലസ് ഓർ മൈനസ് 9 into 10 raised to 3 വോൾട്സ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ അസേർഷൻ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി റീസൺ സ്റ്റേറ്റ്മെന്റ് നോക്കാം. പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2p/4πε0 ആർ സ്ക്വയർ. അത് റോങ് ആണ്. ആക്സിയൽ പോയിന്റ് വേർ ആർ ഇസ് ദ ഡിസ്റ്റൻസ് അറ്റ് എനി ആക്സിയൽ പോയിന്റ്. ആക്സിയൽ പോയിന്റിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ 2p/4πε0 ആർ സ്ക്വയർ അല്ല, p/4πε0 ആർ സ്ക്വയർ നമ്മൾ ഇവിടെ പഠിച്ചു അല്ലേ. kp/r² എന്ന് പഠിച്ചു. അപ്പോൾ അസേർഷൻ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, റീസൺ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇവിടെ അങ്ങനെ വരുന്ന ഓപ്ഷൻ അസേർഷൻ ഇസ് ട്രൂ ബട്ട് റീസൺ ഇസ് ഫാൾസ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ.